നമുക്കറിയാം വിജയ് മല്യ എന്ന് പറയുന്ന ഒരു വ്യവസായി അദ്ദേഹം മുൻപ് അതിനുള്ള സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ വലിയ രീതിയിൽ നിന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ മോശമാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈം ടൈമിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്വർണം 24 ക്യാരറ്റ് സ്വർണ്ണമാണ് ഈ പറയുന്ന പോലെ അവിടെ വിവിധ ഇടങ്ങളിൽ സന്നിധാനത്ത് വിവിധ ഇടങ്ങളിലുണ്ട്. അതിനകത്തൊന്നാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ. ഒപ്പം തന്നെ അതിന്റെ വാതിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട കട്ടളപ്പടികളുണ്ട്, പിന്നെ അതിന്റെ മേൽക്കൂരയുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ സ്വർണം പൂശി സ്വർണം പതിച്ചിട്ടുണ്ട്. അത് അന്നത്തെ ആൾക്കാരൊക്കെ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോഴ് അവിടുന്ന് ഈ പറയുന്ന വിജയ് മല്യ 98-ൽ പതിപ്പിച്ച ഈ സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ആ ദ്വാരപാലക ശില്പങ്ങളിൽ വിജയ് മല്യ പതിപ്പിച്ചിരിക്കുന്ന സ്വർണം അത് കാണാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇപ്പോഴ് ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസർ അത് 2019 എടുത്തുകൊണ്ട് പോയി അത് ചെന്നൈയിൽ കൊണ്ടുപോയി വിളക്കിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചെന്നൈയിലെ അവർ പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് ഞങ്ങൾ ചെമ്പിലാണ് അത് പൂശി കൊടുത്തത് എന്നാണ് പറയുന്നത്. ഒറിജിനൽ ചെമ്പിലാണ് പൂശി കൊടുത്തത് എന്നാണ് പറയുന്നത്. ആ പൂശി കൊടുത്തത് കൊണ്ടുവന്നാണ് ഇനി അത് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴ് അവിടെ നിന്നും എടുത്ത ഈ പറയുന്ന ദ്വാരപാല ശില്പങ്ങളിൽ നിന്നും എടുത്ത വിജയ് മല്യ കൊടുത്ത സ്വർണം, ആ പതിപ്പിച്ച സ്വർണം അത് എവിടെ പോയി എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതവിടെ കാണാനില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഈ മന്ത്രിയും ഈ പറയുന്ന ദേവസ്വം ബോർഡ്. അതിന് ആ സമയം തൊട്ടുള്ള ദേവസ്വം ബോർഡുകളും സർക്കാർ തന്നെയും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ആ സമയത്താണ് അവർ ഒളിച്ചുകളി നടത്തുന്നത്.